പ്രിയമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിലാണ്. അപ്പം യേശു ആരെക്കാളെല്ലാം ഉന്നതനാണ് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണ് നമ്മൾ കണ്ടു. അതേപോലെ ലേവ്യ ഗോത്രത്തെക്കാളും അല്ലെങ്കിൽ ലേവ്യ പുരോഹിതന്മാരെക്കാളും ശ്രേഷ്ഠനാണ് നമ്മൾ കണ്ടു. അതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാപുരോഹിതനായ അഹരോനേക്കാളുമൊക്കെ അവൻ അതിശ്രേഷ്ഠനാണ് എന്ന് നമുക്ക് കാണാം. പക്ഷേ യേശു ഭൂമിയിൽ ആയിരുന്ന സമയത്ത് നമുക്കറിയാം, അവൻ യഹൂദ ഗോത്രത്തിലുള്ളവനായതുകൊണ്ട് ദേവാലയത്തിൻ്റെ ആ തിരശ്ശീലയുടെ അടുത്ത് പോലും അവന് എത്തി നോക്കുവാൻ പോലും കഴിയില്ലായിരുന്നു. കാരണം ദേവാലയത്തിൻ്റെ അകത്തേക്ക് കടക്കുവാൻ പോലും അവന് പ്രവേശനമില്ല, കാരണം യഹൂദ ഗോത്രത്തിൽ ഉള്ളവനായതുകൊണ്ട്. പിന്നെ എങ്ങനെയാണ് അതിശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതനാകുവാനായിട്ട് യേശുവിന് കഴിഞ്ഞത്? നമ്മൾ ചിന്തിച്ചു നോക്കണം. അതിശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതൻ്റെ ഉന്നതമായ ദൗത്യം, അതിൻ്റെ എല്ലാം നിഴൽ മാത്രമായിരുന്നു അഹരോന്യ പുരോഹിതന്മാരും അതുപോലെ തന്നെ ലേവ്യ ഗോത്രത്തിലുള്ള ലേവ്യ പുരോഹിതന്മാരും പഴയ നിയമത്തിലെല്ലാം കാഴ്ചവെച്ച അവരുടേതായ റോളുകളെല്ലാം യേശു കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൻ്റെ വെറും നിഴലുകൾ മാത്രമായിരുന്നു. അവരെക്കുറിച്ചാണ്, ഇല്ലെങ്കിൽ അതുമായിട്ടുള്ള താരതമ്യമാണ് അഹരോന്യ പുരോഹിതൻ്റെ അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ താരതമ്യ പഠനമാണ് നമുക്കിവിടെ പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും അപ്പം താനും ബലഹീനത പൂണ്ടവനാകിയാൽ ജനത്തിന് വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപത്തിന് യാഗമർപ്പിക്കേണ്ടിയവനാകണം എന്നാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാട് യാഗവും അർപ്പിക്കുവാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. മനുഷ്യർക്ക് വേണ്ടി ദൈവിക കാര്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുത്ത ഒരു മഹാപുരോഹിതൻ എന്ന നിലയിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അവരെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നത് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ കാണാം, അവൻ ബലഹീനനാണ്, താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റി പോകുന്നവരോടും സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പം അഹരോന്യ മഹാപുരോഹിതനും നമുക്ക് കാണാം, ആ ലേവ്യ ഗോത്രത്തിൽ നിന്നെടുക്കുന്ന മഹാപുരോഹിതന്മാരെല്ലാം തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെയും പാപയാഗം അർപ്പിക്കേണ്ടിയവനാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ലേവ്യ 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാം, അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തുവെങ്കിൽ. കണ്ടോ? അപ്പം അവിടെ കാണാൻ കഴിയുന്ന അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തുവെങ്കിൽ താൻ ചെയ്ത പാപനിമിത്തം അവൻ യഹോവക്ക് പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം എന്ന് വ്യക്തമായിട്ട് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ സംഖ്യാപുസ്തകത്തിലും നമുക്ക് കാണാൻ സാധിക്കാം 3-ാം അധ്യായത്തിലെ 3-4 വാക്യങ്ങളിൽ. അതായത് പഴയ നിയമത്തിലെ ആ മഹാപുരോഹിതന്മാരും ശ്രേഷ്ഠമായ ആ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടവരായ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ആളുകൾ, മനുഷ്യരുടെ ഇടയിൽ നിന്ന് നിയമിക്കപ്പെട്ടതായ ആ വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവർക്കെല്ലാം ബലഹീനത, പാപം, അവരുടെ ജീവിതത്തിൽ അവർക്ക് പാപത്തിൻ്റെതായ പരിഹാരത്തിനായിട്ട് അവർക്ക് വ്യക്തമായ ആ ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട്, അവരുടെ സ്വന്തം വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് അവർക്ക് യാഗം അർപ്പിക്കേണ്ടിയവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നമുക്കവിടെ സംഖ്യാപുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അവിടെ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവരായി അഭിഷേകം ചെയ്ത അല്ലെങ്കിൽ അഭിഷേകം ലഭിച്ച പുരോഹിതന്മാരായ അഹരോന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ തന്നെ. എന്താണത്? അപ്പം അവിടെ അഭിഷേകം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അഭിഷേകം ലഭിച്ച പുരോഹിതന്മാരെന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. എന്നാൽ നാദാബും അബീഹുവും സീനായി മരുഭൂമിയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ചപ്പോൾ യഹോവയുടെ സന്നിധിയിൽ വെച്ച് മരിച്ചുപോയി. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലയാസറും ഈഥാമരും അപ്പനായ അഹരോന്റെ മുമ്പാകെ പുരോഹിത ശുശ്രൂഷ ചെയ്തു വന്നു എന്ന് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കാം. അപ്പോൾ അവർക്ക് നിയമിക്കപ്പെട്ട, അവരെ സംബന്ധിച്ച് അഭിഷേകം ചെയ്യപ്പെട്ടവരെ അവരെങ്ങനെ ചെയ്യണം, എങ്ങനെ ഏതെല്ലാം വിധത്തിൽ അവർ
കടന്നു പോകണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ നിബന്ധനകൾ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആർക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അടുത്ത് ചെല്ലാൻ പാടില്ലാത്തതാണ്. അപ്പം ആ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കപ്പെട്ടവരുടെ ഉത്തരവാദിത്വം, ശുശ്രൂഷയുടെ വിലപ്പെട്ട ശുശ്രൂഷയുടെ ആ ഉന്നതി തിരിച്ചറിയാതെ അടുത്തേക്ക് വന്നാൽ ഉണ്ടാവുന്ന ശിക്ഷാവിധിയാണ് അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം കൂടാതെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നിന്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. അഹരോന്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലിയാസർ, ഈഥാമർ എന്നിവരെയും തന്നെ. അപ്പം ദൈവം തന്നെ തിരഞ്ഞെടുത്തതാണ് അവരെ. നിന്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മളെന്ത് വായിച്ച്, മനുഷ്യരിൽ നിന്ന് എടുക്കപ്പെടുന്ന ഏത് പുരോഹിതന്മാരും, അപ്പം അവിടെ പറയുന്ന വാക്കിതാണ്. അതായത് എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല എന്നാണ് 4-ാം വാക്യത്തിൽ, എബ്രായ ലേഖനം 5-ന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ദൈവം വിളിക്കുന്നവനല്ലാതെ, ദൈവം തിരഞ്ഞെടുക്കുന്നവനല്ലാതെ സ്വതവേ ആ ശുശ്രൂഷ എടുക്കുവാൻ ആർക്കും സാധ്യമല്ല. അപ്പം അവിടെ വ്യക്തമായിട്ട് നമ്മൾ ആ ദൈവം കൊടുത്തിരിക്കുന്ന നിബന്ധന എത്രമാത്രം വലുതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ദൈവം അവരോട് അരുളി ചെയ്തിരിക്കുന്നത് ഇപ്രകാരമുള്ള രീതിയിലാണ്. പക്ഷേ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും ഈ സ്ഥാനം അതിനു വേണ്ടിയിട്ട് മുറവിളി കൂട്ടുക, അതിനുവേണ്ടി വഴക്കിടുക, ദൈവം തിരഞ്ഞെടുത്തവരെ നിരുത്സാഹപ്പെടുത്തുക, ദൈവം തിരഞ്ഞെടുത്തവരെ തരം താഴ്ത്തുക, ഞങ്ങളും അവരെ പോലെ ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം തന്നെയാണ്, ഞങ്ങളും ദൈവത്തിൻ്റെ സഭ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ചില ആൾക്കാരെ നമുക്ക് ആ കാലഘട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും. അത് നമ്മൾ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതായത് ദൈവം വിളിക്കാതെ, നമ്മളൊന്ന് കണ്ട് അഹരോനെ ദൈവം വിളിച്ചതാണ്. മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം അഹരോനെ തിരഞ്ഞെടുത്തതാണ്. അഹരോനെയും അഹരോന്റെ മക്കളെയും അല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യത്തെ ദൈവം തിരഞ്ഞെടുത്തവരാണ്. ദൈവം തിരഞ്ഞെടുത്തവരെ അല്ലാതെ ആരെയും അടുപ്പിച്ചില്ല. തിരഞ്ഞെടുത്തവർക്ക് പോലും അവരെ അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം അഗ്നി ഇറക്കി കത്തിച്ചു കളഞ്ഞവരെ. അപ്പോൾ അത്രമാത്രം സീരിയസ് ആയിട്ടുള്ള, അത്രമാത്രം വ്യക്തമായ തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു വില ദൈവം കാണിച്ചു കൊടുത്തിരുന്നു. പക്ഷേ അതിനെ നിരാകരിച്ചുകൊണ്ട് കടന്നു പോണ ചില ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അത് സംഖ്യാപുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ അതിൽ 1 മുതൽ നമ്മൾ വായിക്കുകയാണ്. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്ഹാരിൻ്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ ഏലിയാവിൻ്റെ പുത്രന്മാരായ ദാദാൻ, അബീരാം, പേലെത്തിൻ്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ പ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. എന്തിനു വേണ്ടിയാണ് മത്സരിക്കണമെന്നറിയാമോ? അവൻ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട് മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ്. കൂടാതെ അവർ പറയുന്ന കാര്യങ്ങൾ ഇതാണ്: യഹോവ അവരുടെ മധ്യമുണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്തെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തവർ അവർ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ആ സ്ഥാനം ആഗ്രഹിക്കുകയാണ്, അവരത് ആഗ്രഹിക്കുകയാണ്. പണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്ന ആ സമയത്ത് ചിറക് വിടർത്തി മറക്കുന്ന കെരൂബ് ആഗ്രഹിച്ചതുപോലെ ദൈവത്തിന് കിട്ടുന്ന മഹത്വം അതെനിക്കും കിട്ടണം. എസ്കേലിലും യെശയ്യാവിലും ഒക്കെ പറയുന്ന പോലെ, എസ്കേൽ 28-ാം അധ്യായത്തിലും യെശയ്യാവ് 14-ാം അധ്യായത്തിലൊക്കെ പറയുന്നത് പോലെ ആഗ്രഹിക്കുകയാണ്.
സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. ഇവിടെയും ഇവരും ആഗ്രഹിക്കുന്നതാണ്. അവർ കൂട്ടം കൂടിക്കൊണ്ടാണ് അവരോട്. മതി, ദൈവത്തിൻ്റെ സഭ അത് ശുദ്ധമാണ്, എല്ലാവരും ശുദ്ധമാണ്, കൂടാതെ ഞങ്ങളും ദൈവത്തിൻ്റെ ശുദ്ധരായ ആളുകളാണ്, നിങ്ങൾ മാത്രം എന്തിനാണ് ഞങ്ങളെക്കാൾ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നത്? നിങ്ങളെ തന്നെ ഉയർത്തുന്നത്? ഇത് കേട്ടപ്പോൾ മോശെ കവിണ്ണു വീണ് അവൻ കോരഹിനോടും അവൻ്റെ കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവരാരെന്നും തന്നോട് അടുക്കുവാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുത്തവനെ തന്നോട് അടുക്കുമാറാക്കും. മോശയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടായി. കാരണം മോശയ്ക്കറിയാം ഇത് അഹരോനെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ആ സ്ഥാനത്തേക്ക് ഇവർ വരാൻ ആഗ്രഹിച്ചാൽ ദൈവം അത് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് അത്ര ഉറപ്പോടുകൂടിയാണ് മോശ പറയണത്, തനിക്കുള്ളവരാരാണെന്ന് ദൈവം അത് കാണിച്ചു തരും, നിങ്ങളത് കണ്ടുകൊള്ളുകയാണ് പറയണത്. അങ്ങനെ കോരഹ് അവൻ്റെ എല്ലാ കൂട്ടുകാരുമായുള്ളവരെ, നിങ്ങൾ ഇത് ചെയ്യുവിൻ. ധൂപകലശം എടുത്ത് നാളെ യഹോവയുടെ സന്നിധിയിൽ അതിൽ തീയിട്ട് ധൂപവർഗം ഇടുവിൻ. യഹോവ തിരഞ്ഞെടുക്കുന്നവൻ തന്നെ വിശുദ്ധൻ. ലേവ്യപുത്രന്മാരെ മതി. പിന്നെ മോശെ കോരഹിനോട് പറഞ്ഞത്, ലേവ്യപുത്രന്മാരെ കേൾക്കുവിൻ. യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽക്കുവാനും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭകളിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവം അവരെ തിരഞ്ഞെടുത്തവരാണ്. ഇസ്രായേൽ ജനം ദൈവം കനാൻ നാട്ടിലേക്ക് ദൈവം ചെങ്കടൽ കടത്തി ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിച്ച് കൊണ്ടുവന്ന ജനമാണ്, തൻ്റെ സ്വന്തം ജനമാണത്. പക്ഷേ ആ ജനത്തിൻ്റെ, ഇത്ര ലക്ഷക്കണക്കിന് ജനത്തിൻ്റെ നടുവിൽ നിന്ന് ലേവി പുത്രന്മാരെ ദൈവം തൻ്റെ പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ്. അതിൽ നിന്ന് അഹരോനെയും അവൻ്റെ കുടുംബത്തെയും ഒക്കെ, അല്ലെങ്കിൽ അവൻ്റെ മക്കളെയൊക്കെ പൗരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം അതിൽ നിന്ന് തിരഞ്ഞെടുത്തു. പക്ഷേ ഇവർക്കത് പോരാ. അപ്പം അതുകൊണ്ട് യഹോവയുടെ അവിടെ 9-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് കാണാം, യഹോവയുടെ തിരുനിവാസത്തിൽ വേല ചെയ്യുവാനും അവർക്കത് കൊടുത്തിരുന്ന ദൈവം അവരെ അവരിൽ നിന്ന് എന്തുമാത്രം, അതായത് ദൈവം അഹരോന് പ്രത്യേകമായ ഒരു ദൗത്യം കൊടുത്തിരുന്നു. അതാണ് അവർക്ക് ആവശ്യപ്പെടുന്നത്. അപ്പം 10-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, അവൻ നിങ്ങളെയും ലേവിപുത്രന്മാരെയും നിന്റെ സകല സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയല്ലോ. ദൈവത്തോട് അടുക്കുമാറാക്കിയവരാണ്. നിങ്ങൾ മഹാപൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നു. അതാണ് അവർ ചെയ്ത തെറ്റി. കോരഹ്, അബീരാം, അതേപോലെ തന്നെ ദാദാൻ, ഇവരെല്ലാം മഹാപൗരോഹിത്യം ആഗ്രഹിച്ചു. അവർ പുരോഹിതന്മാരാണ്, ഓൾറെഡി അവർ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ അവരെ എന്തും കൂടി ചെയ്തു, അവർ ആഗ്രഹിച്ചത് അവർ മഹാപൗരോഹിത്യം ആഗ്രഹിച്ചു. അത് ദൈവം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമല്ലാതെ വേറെ ആർക്കും അത് ലഭ്യമല്ല. അതാണ് നമ്മളിവിടെ കാണിച്ചിരുന്നത്. പക്ഷേ ഇവരത് ആഗ്രഹിച്ചതുകൊണ്ട്, ഇവരിപ്രകാരം എതിർത്ത് നിന്നതുകൊണ്ട് ഇവരെ ദൈവം എന്താ ചെയ്തതെന്ന് 26-33 വരെ വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അവൻ സഭയോട്, ഈ ദുഷ്ടന്മാരുടെ സകല പാപങ്ങളാൽ നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവിൻ. അവർക്കുള്ള യാതൊന്നിനെയും തുടരുത് എന്ന് പറയാൻ നോക്കാം. അവരെ പിന്നീട് വിളിക്കണതെന്നാ, അവർക്ക് കൊടുത്തതിൻ്റെ വില അവർ മനസ്സിലാക്കാതെ പ്രവർത്തിച്ചതുകൊണ്ട് അവരെ പിന്നെ എന്താ പറയണത്? അവൻ സഭയോട് പറയുകയാണ്, ഈ ദുഷ്ടമനുഷ്യരുടെ, കണ്ടോ, അവരെ സംബന്ധിച്ച് കാണുന്നാൽ ഈ ദുഷ്ടമനുഷ്യരുടെ പാപങ്ങളാലും സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവിൻ, അവർക്കുള്ള യാതൊന്നിനെയും തുടരുത്. അങ്ങനെ അവർ കോരഹ്, ദാദാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന് ചുറ്റിൽ നിന്നും മാറിപ്പോയി. എന്നാൽ ദാദാനും അബീരാമും പുറത്തു വന്ന് അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും
താന്താങ്ങളുടെ കൂടാരവാദിക്കൽ നിന്നു. അപ്പോൾ മോശ പറഞ്ഞത്, ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു. അതായത് മോശയ്ക്ക് ദൗത്യം കൊടുത്തിട്ടുണ്ട്. ദൈവം മോശയും അയച്ചതാണ്. അത് എന്നെയും ദൈവം അയച്ചു. ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. സകല മനുഷ്യരും മരിക്കുന്ന പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്ന പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. മോശയ്ക്ക് വളരെ നിശ്ചയമുണ്ട്. മോശയ്ക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്. താൻ ആരാൽ എന്തിലേക്ക് നിയമിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് മോശയെക്കുറിച്ച് അറിയാം. അഹരോൻ എന്തിലേക്ക് നിയമിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ആ കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ആ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനായിട്ടാണോ ആ ദൗത്യം ചെയ്യുവാൻ തടസ്സപ്പെടുത്തുന്നവരെ ദൈവം വ്യക്തമായി പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. വ്യക്തമായിട്ട് കാണാം. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായ് പിളർന്ന് അവർക്കുള്ള സകലത്തെ വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. മനസ്സിലായ? അവരാവശ്യപ്പെട്ട കാര്യം, അവരാഗ്രഹിച്ച കാര്യം ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണെന്ന്, ദൈവം ആഗ്രഹിക്കാത്തതാണെന്ന്, ദൈവം വെറുക്കുന്ന കാര്യങ്ങളാണെന്ന്, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് എന്തിനാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മോശ പറഞ്ഞു കൊടുക്കുകയാണ്. ഭൂമി വാവിളർന്ന് അവരെ വിഴുങ്ങും. അതാ പറഞ്ഞു കൊടുത്തത്. സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഭൂമി വായ് തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരകനോടും ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വ സമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്താൽ നിയമിക്കപ്പെട്ടവർക്ക് മാത്രമല്ലാതെ വേറെ ആർക്കും അത് അവകാശമാക്കുവാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരാളുകൂടെ നമുക്കൊരു ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം പിന്നീട് നമുക്ക് കാണാം. അതേസമയത്ത് ഞാൻ ഒരു കാര്യം കൂടി പറയാം. മോശയെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു മഹാപുരോഹിതനാണ് അഹരോൻ എന്നുള്ളതിന് മറ്റൊരു തെളിവ് കൊണ്ടുണ്ട്. അഹരോൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മോശ പറയാം, ഇല്ലെങ്കിൽ ആ ജനത്തിന് വേണ്ടി ഒരു പരിഹാരം ചെയ്യാനായിട്ട് മോശ അഹരോനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അത് ദൈവം മാനിക്കുന്നു. അതാണ് ലേവ്യ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ തന്നെ 41 തുടങ്ങി 50 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. യഹോവ മോശയോട്, ഈ സഭയുടെ മധ്യത്തിൽ നിന്ന് മാറിപ്പോകുവിൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കും എന്നരുളി ചെയ്തു. അപ്പോൾ അവർ കവിണ്ണു വീണു. നോക്കേ, നേരത്തെ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിച്ച പോലെ അതായത് ബലഹീനരായ മനുഷ്യരോട് സഹതാപം കാണിക്കുന്ന മനുഷ്യരാണ് ഇവര്. പാപം ചെയ്തു, തെറ്റ് ചെയ്തു, മത്സരിച്ചു, ഇതൊക്കെ ചെയ്തവരാണ്. പക്ഷേ അവരോടൊരു സഹതാപം വരികയാണ് ഇവർക്ക്. ജഡത്തിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും മനുഷ്യരുടെ ആ കാര്യങ്ങളിൽ, അവരുടെ കുറ്റങ്ങളെയും കുറവുകളിലൊക്കെയും അവരെ സഹായിക്കാൻ ഒരു സഹതാപമുള്ള മനുഷ്യരായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എബ്രായ ലേഖനം അവരെ കുറിച്ചും അത് പറയുന്നുണ്ട്. അതായത് യഹോവ മോശയോട് ഈ സഭയുടെ മധ്യത്തിൽ നിന്ന് മാറിപ്പോകാൻ പറയുമ്പോൾ ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കുമെന്ന് അരുളിച്ചപ്പോൾ അവർ കവിണ്ണു വീണു. എന്നിട്ട് മോശ അഹരോണ് ഉടൻ തന്നെ പറയണ്, മോശ ഇവിടെ ദൈവത്തിന്റെ കോപം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം സംഹരിക്കും ദൈവം. പക്ഷേ വ്യക്തമായിട്ടറിയാം, മോശക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ട് മോശ അപ്പം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോശ അഹരോനോട്, നീ ധൂപകലശം എടുത്ത് അതിൽ യാഗപീഠത്തിൽ തീയിട്ട് ധൂപവർഗം ഇട്ട് അതായത് വേഗത്തിൽ സഭയുടെ മധ്യ ചെന്ന് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുക. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ക്രോധം പുറപ്പെട്ട് ബാധ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ബാധ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അഹരോനെ, നീ ഒരു പരിഹാരം ചെയ്തില്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാകും. അങ്ങനെ മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ കലശമെടുത്ത് സഭയുടെ നടുവിലേക്ക് ഓടി. ഒന്ന് ചിന്തിച്ചു നോക്കിയ ആ ഒരു സീനൊന്ന് ആലോചിച്ച് നോക്കിയേ. പാളയത്തിലേക്ക്, ജനത്തിന്റെ ഇടയിലേക്ക് ഓടുന്ന അഹരോനെ, കലശവും ധൂപകലശവും എടുത്തുകൊണ്ട് ഓടുന്ന അഹരോനെ ഒന്ന് ഓർത്തു നോക്കി. മോശ ആ സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മോശ അഹരോനെ സഹായിക്കുകയാണ്, ഉത്സാഹിപ്പിക്കുകയാണ്. ഉടനെ ചെല്ലും മോശ, ഇല്ലെങ്കിൽ അഹരോനെ. കാരണം എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്ത് തുടങ്ങിക്കഴിഞ്ഞു? സംഹാരം തുടങ്ങിക്കഴിഞ്ഞു. ദൈവത്തിന് വേണ്ടി ഇത്രമാത്രം ജനത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിൽ
ഇത്രമാത്രം ഒരു അതിശ്രേഷ്ഠ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ് മോശെ. അതേപോലെ മോശെ അഹരോനെ അതിനുവേണ്ടി സഹായിക്കുകയാണ്. അപ്പം ഇതാണ് അവരുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ നടുവിലേക്ക് ഓടി ബാധ ജനത്തിൻ്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ട് ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. കാരണം ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ, ദൈവം തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ ശുശ്രൂഷ ദൈവം മാനിക്കുന്നു. ആ ശുശ്രൂഷയാണ് ദൈവം സ്വീകരിക്കുന്നത്. അല്ലാത്തവരെ ദൈവം സംഹരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ആ ബാധ അവിടെ അടങ്ങിയത് അഹരോൻ അത് ചെയ്തപ്പോൾ. കാരണം അഹരോൻ ആരാണ്? ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. ആ സ്ഥാനത്തേക്ക് കോരഹ് വരാൻ നോക്കിയേ പറ്റുമോ? അബിരാം വരാൻ നോക്കിയേ പറ്റുമോ? ദാദാൻ വരാൻ നോക്കിയേ പറ്റുമോ? ദൈവം തിരഞ്ഞെടുത്തില്ല. മനുഷ്യർക്ക് അങ്ങനെ സ്വയമായിട്ട് വരാൻ പറ്റില്ല. വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം. 2 ദിനവൃത്താന്തം 2 ക്രോണിക്കിൾസ് 26-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ വേറൊരു ഉദാഹരണം നമുക്ക് കാണാം. 2 ദിനവൃത്താന്തത്തിൽ 2 ക്രോണിക്കിൾസ് 26-ാം അധ്യായത്തിൽ 3, 5, 15 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വേറൊരു വ്യക്തിയെ കാണാം. അതായത് ഉസിയ രാജാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് യൊഖല്യ എന്നു പേർ. അവൾ യെരൂശലേംകാരിയായിരുന്നു. അവൻ തൻ്റെ അപ്പനായ അമസ്യാവ് ചെയ്ത പോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എന്നിട്ട് 5-ാം വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കരിയാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. അതായത് അവൻ ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി എന്നുള്ളതാണ്. അതായത് അവനെ സഹായിക്കാൻ മറ്റൊരാളുണ്ടായിരുന്നു അവിടെ. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു കടന്നുപോയ സെക്കരിയ പ്രവാചകന്റെ അല്ലെങ്കിൽ സെക്കരിയാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി സഹായിക്കാനുള്ളത് കൊണ്ട് അവൻ ആ ദൈവത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റി. ഒരു രാജാവാണ്. പക്ഷേ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന വാക്യം വേദനാജനകമാണ്. 15-ാം വാക്യത്തിൽ നമുക്ക് വരാം. 26-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവൻ അസ്ത്രങ്ങളും വലിയ കല്ലുകളും പ്രയോഗിക്കുവാൻ ഗോപുരങ്ങളുടെയും കൊത്തളങ്ങളുടെയും മേൽ വയ്ക്കേണ്ടതിന് കൗശലപ്പണിക്കാർ സങ്കല്പിച്ച യന്ത്രങ്ങൾ യെരൂശലേമിൽ തീർപ്പിച്ചു. അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയമായി അവന് സഹായം ലഭിച്ചതുകൊണ്ട് അവൻ്റെ ശ്രുതി ബഹുദൂരം പരന്നു. അവൻ ബലം പ്രാപിച്ച് പ്രബലപ്പെട്ടു. ഇല്ലെങ്കിൽ അവൻ്റെ ശ്രുതി അല്ലെങ്കിൽ അവൻ്റെ പേര് ലോകം മുഴുവനും അറിയാനായിട്ട് ഇടയാകണേ. അതിനുശേഷം നമുക്ക് കാണാം 16-ാം വാക്യത്തിൽ, എന്നാൽ അവൻ ബലവാനായപ്പോൾ, നോക്കി എവിടെ നിന്നാണ് ആ വ്യക്തി വന്നത്? ആരാണ് അവനെ കൊണ്ടുവന്നത്? അവനെ ഇത്രത്തോളം വളർത്തിയതും ഉപദേശിച്ചതും പഠിപ്പിച്ചതും ഒക്കെ ആരാണ്? അവൻ ദൈവത്തെ അന്വേഷിച്ച സമയത്ത് അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. പക്ഷേ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായി നിഗളിച്ചു. അവൻ തൻ്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. എന്താ കുറ്റം? ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അതാണ് രാജാവാണ്. അവൻ ഒരിക്കലും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാൻ പാടില്ല. ദൈവം തിരഞ്ഞെടുത്തവരല്ലാതെ, അഹരോനെ പോലെ ദൈവം തിരഞ്ഞെടുത്തവർക്കല്ലാതെ ആർക്കോടെ കയറുവാൻ പാടില്ല. പക്ഷേ എന്താ സംഭവിച്ചത്? പലരും അവനെ വിലക്കുന്നുണ്ട്. അസരിയ പുരോഹിതനും അവനോട് കൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവൻ്റെ പിന്നാലെ അടുത്ത് ചെന്ന് ഉസിയ രാജാവിനെ തടുത്ത് അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. പുരോഹിതന്മാർ 80-ലധികം പുരോഹിതന്മാർ പറയുക, ഉസിയാവേ, നിനക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, നീ അത് ചെയ്യാൻ പാടില്ല. അവർ അദ്ദേഹത്തെ തടുക്കുന്നുണ്ട്. ഉസിയാവിനെ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശദീകരിക്കപ്പെട്ട അഹരോന്യ പുരോഹിതന്മാർക്കത്രേ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക.
ലംഘനമാണ് നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കില്ല എന്ന് പറഞ്ഞു. രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തി, അവൻ എന്ത് ചെയ്യാനാണ് ദൈവം നിയോഗിച്ചത്? അതാണ് അവൻ ചെയ്യേണ്ടത്. അവൻ അതേ സമയത്ത് പ്രബലപ്പെട്ടപ്പോൾ, ഇല്ലെങ്കിൽ ബലവാനായി തീർന്നപ്പോൾ, അവൻ ഹൃദയത്തിൽ അഹങ്കാരം പൂണ്ട്. കാരണം അവനേക്കാൾ വലിയവനില്ല അവിടെ രാജ്യത്ത്. അവൻ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എന്തും ചെയ്യാനുള്ള അഹങ്കാരം. ആരും അവനെ ചോദ്യം ചെയ്യാനില്ല. ചോദ്യം ചെയ്യുന്നവരെ അവൻ അത് വേണമെങ്കിൽ കൊല്ലും. അത്രമാത്രം അവന് ശക്തിയുണ്ട്, പദവിയുണ്ട്, അധികാരമുണ്ട്. പക്ഷേ ഈ അധികാരവും പദവിയും കൊണ്ട് ദൈവം നിയോഗിച്ച ആളുകൾക്ക് പകരം അവൻ കയറിയാൽ എന്ത് സംഭവിക്കുമെന്ന് പിന്നീട് താഴെ കാണാം. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കുകയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണുകെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. അവനൊരു കുഷ്ഠരോഗിയായി മാറി. നോക്കണേ, അവനത് ചെയ്യാൻ പാടില്ലായിരുന്നു. ദൈവം തിരഞ്ഞെടുത്ത അഹരോന്യ പുരോഹിതന്മാർക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പാടില്ല. അതവൻ ലംഘിച്ചപ്പോൾ അവൻ എന്ത് സംഭവിച്ചു എന്ന് കാണാൻ സാധിക്കുക. അങ്ങനെ 16 മുതൽ 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണാം. അത് അവൻ്റെ ജീവിതത്തിൽ ഒരു കുഷ്ഠരോഗിയായിട്ട്, അവൻ മരണം വരെ കുഷ്ഠരോഗിയായിരുന്നു, മരിക്കുന്നത് വരെ കുഷ്ഠരോഗിയായി മാറി. പ്രിയപ്പെട്ടവർ, നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരാം. 5-ാം അധ്യായത്തിലേക്ക്, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 4-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് അതുകൊണ്ടാണ് പറയണത്. ഒന്നാമത് നമ്മൾ കണ്ടു, 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ബലഹീനത നിമിത്തം ജനത്തിന് വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവനാണ് ഈ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നിൽക്കുന്ന ഏത് പുരോഹിതന്മാരും. അതേപോലെ 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനാണ്. അത് നമുക്ക് മോശയിൽ കണ്ടു, അഹരോനിൽ കണ്ടു. സഹതാപം, വഴിതെറ്റിപ്പോയപ്പോൾ അവർക്ക് വേണ്ടി, സഹതാപത്തോടുകൂടി അവർക്ക് വേണ്ടി ഒരു യാഗം അർപ്പിക്കാൻ ഓടുകയാണ്. കാരണം ദൈവത്തിൻ്റെ ബാധ തുടങ്ങി. അതിനൊന്ന് നിർത്തലാക്കാനെങ്കിൽ എന്ത് സംഭവിക്കണം? ദൈവം തിരഞ്ഞെടുത്ത ആൾക്കാർ അതിനുവേണ്ടി ഇടയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഇടയിൽ നിന്നുകൊണ്ട് ചെയ്തില്ലെങ്കിൽ അവിടെ പ്രശ്നമാണ്. അത് കാണിച്ചു തരികയാണ്. ഓക്കെ, അതുപോലെ 4-5 കൂടി ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. എടുത്താൽ പണി കിട്ടും. എടുത്താൽ എന്ത് സംഭവിക്കും? ദാദാൻ, അബീരാം, കോരഹ്, ഭൂമി പിളർന്നവരെയും അവർക്കുള്ളതും കുടുംബവും ഒക്കെ നശിപ്പിക്കും. ഉസിയ രാജാവിന് എന്ത് സംഭവിച്ചു? കുഷ്ഠം വന്ന് ജീവിതകാലം മുഴുവൻ ഒരു കുഷ്ഠരോഗിയായിട്ട് ജീവിക്കേണ്ടതാണ്. ദൈവം തിരഞ്ഞെടുത്തവനല്ലാതെ അത് ചെയ്യാൻ പാടില്ല. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് പറഞ്ഞത് എന്തിനാണ്? 5-ാം വാക്യമാണ്. നമ്മളുടെ കേന്ദ്ര വിഷയത്തിലേക്ക് നമ്മൾ വരുവാണ്. 5-ാം വാക്യത്തിൽ, അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. ക്രിസ്തു പോലും, അർത്ഥം യേശു ഭൂമിയിലായിരുന്നപ്പോൾ അവന് ആ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം യഹൂദ ഗോത്രമാണ്. അവന് ആ ഗോത്രത്തിൽ വളർന്ന യേശുവിന് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. യേശു അങ്ങനെ പോയിട്ടില്ല, പക്ഷെ അവൻ ചെയ്തിട്ടില്ല. അവൻ ചെയ്യാൻ സാധ്യമല്ല. കാരണം ദൈവം വെച്ചേക്കണ വ്യക്തമായ ആ ഒരു ശുശ്രൂഷയുടെ വേല അത് ആർക്ക് ദൈവം വെച്ചോ അവരാണ് അത് ചെയ്യേണ്ടത്. അവിടെ യേശുവിൻ്റെ ജീവിതം നോക്കുക. അവൻ എത്ര കീഴടങ്ങിയാണ് ജീവിച്ചത്. യേശു എത്ര സമർപ്പിതനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിലായിരുന്നപ്പോൾ യേശു എല്ലാ വിധത്തിലും, എല്ലാ മേഖലയിലും യേശു കീഴടങ്ങിയാണ് ജീവിച്ചത്. അവൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കാണാം. അപ്പം അവൻ 12 വയസ്സായപ്പോൾ ആ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്ന് എഴുതിയിരിക്കുകയാണ്. പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് വരെ യേശു അവർക്ക് കീഴടങ്ങിയാണ് യേശു ജീവിച്ചത്. അതുപോലെ ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിലും പുരോഹിതന്മാർക്കാണെങ്കിലും ശാസ്ത്രിമാർക്കാണെങ്കിലും പഠിപ്പിക്കുന്നവർക്ക് എല്ലാവരെയും യേശു ബഹുമാനിച്ച് ജീവിച്ചത് നമ്മളെ പഠിപ്പിച്ച് കാണിച്ചിരുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് കാണാം, യേശു സ്വതവേ അതെടുത്തില്ല. നീ എൻ്റെ പുത്രൻ
ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് അവനോട് അരുളി ചെയ്താൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് നമുക്ക് കാണാം, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്ന് യേശുവിനെ കുറിച്ച് അവിടെ ആ ഒരു യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചുരുങ്ങിയ ഒരു വ്യക്തമായ ഒരു അവതരണം നമുക്കവിടെ കാണാൻ സാധിക്കാം. ഒരു ചുരുങ്ങിയ അവലോകനം, യേശു എന്താണ് അവിടെ ചെയ്തത്. ഇപ്പം ക്രിസ്തുവിനെയും മഹാപുരോഹിത ശുശ്രൂഷയ്ക്കായി നിയമിച്ചതാണ്. ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കണമെങ്കിൽ സങ്കീർത്തനം 2:7 വാക്യം, അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 13:32, 33 വാക്യങ്ങൾ, എബ്രായ ലേഖനം 7:15, ഈ വാക്യങ്ങളെല്ലാം യേശു മഹാപുരോഹിത ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് കാണാൻ സാധിക്കുന്ന വാക്യങ്ങളാണ്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം യേശു എപ്പോഴാണ് മഹാപുരോഹിത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്? മരിച്ചപ്പോഴാണ്, അതോ ആ മരിക്കുന്നതിന് മുമ്പാണോ, അതിനുശേഷം, അതോ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണോ? ഈ മേഖലയിലെല്ലാം നമുക്ക് വ്യക്തമായിട്ട് എബ്രായർ അതിന് ഉത്തരം തരുന്നുണ്ട്. എബ്രായർ 7:15 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിൽ ദൈവം എഴുതിയിരിക്കുന്നത് പോലെ ദൈവം അവിടെ ലേവ്യ പുരോഹിതന്മാർക്കും അഹരോന്യർക്കും ഒക്കെയാണ് ദൈവം ആ ശുശ്രൂഷ കൊടുത്തത്. അതാണ് ന്യായപ്രമാണത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതായത് ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താൽ അല്ല, എന്ന് വെച്ചാൽ ന്യായപ്രമാണ പ്രകാരം അല്ല യേശു മഹാപുരോഹിതൻ ആയത്. അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറൊരു പുരോഹിതൻ മെൽക്കിസദേക്കിന്റെ സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. യേശു ശക്തിയോടുകൂടി, അവൻ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ട ഒരു സമയമുണ്ട്. അവൻ മരണത്തെ അതിജയിച്ചു, അവൻ മരിച്ചു അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ, ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ ആ ഒരു സമയം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ദൈവം, അല്ലെങ്കിൽ ഇവിടെ അഴിഞ്ഞു പോവാത്ത ജീവന്റെ ശക്തിയാൽ അവൻ മഹാപൗരോഹിത്യത്തിലേക്ക് അവൻ അവരോധിക്കപ്പെടുകയാണ്. അതാണ് നമുക്കവിടെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത്. അത് എങ്ങനെയെന്ന് സങ്കീർത്തനം 2:7 വാക്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. സങ്കീർത്തനം 2:7 വാക്യത്തിൽ അത് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്ക് നമുക്കിവിടെ മറ്റ് ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 32-33 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ പത്രോസ് അപ്പോസ്തലൻ അതിന് വ്യക്തമായ ഉത്തരം തരുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്കവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഇതാണ്. പൗലോസിൻ്റെ ആ ഒരു വിവരണം നമുക്കിവിടെ കാണാം. ഇവിടെ 32-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ച് എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ പ്രവചനത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്നതായ കാര്യം ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ കാര്യം അവിടെ എന്താ പറയുന്നത്? ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്തിനെ സംബന്ധിച്ചാണ്? അവൻ ദ്രവത്വത്തിലേക്ക് തിരിയാതെ, അതായത് മാംസവും രക്തവുമായ ആ ഒരു മനുഷ്യ പ്രകൃതിയിലേക്ക് വീണ്ടും തിരിച്ചു പോകാതെ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ചത്, ജീവന്റെ ശക്തിയാൽ ഉളവായ തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ റോമലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ദാവീദിന്റെ സന്തതിയായി ജനിച്ച അത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ്.
ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ട ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് യേശു, അല്ലെങ്കിൽ ആ സമയത്താണ് യേശു മഹാപൗരോഹിത്യത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരും. അത് അഹരോന്യ പാരമ്പര്യമല്ല, ലേവിയ പാരമ്പര്യം അല്ല, അത് യുണീക്കായിട്ട് നിൽക്കുന്ന മെൽക്കിസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള പുരോഹിതനായി നിയമിക്കപ്പെട്ടിരിക്കുന്നെന്ന് 5-ാം വാക്യത്തിൽ 5-ന്റെ എബ്രായ ലേഖനം 5-10 പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ വായിക്കുമ്പോൾ എബ്രായ ലേഖനം 5-10 നമുക്കത് കാണിച്ചു തരുന്നതാണ്. മെൽക്കിസേദെക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. അത് അഹരോനെയും അല്ലെങ്കിൽ ലേവ്യ പുരോഹിതന്മാരെയും എല്ലാം ദൈവം തിരഞ്ഞെടുത്തതുപോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടാതെ ഈ ദൗത്യത്തിലേക്ക് പ്രവേശിക്കാൻ ആർക്കും പറ്റില്ല എന്ന് കാണിച്ചു തന്നുകൊണ്ട് ഇവിടെ യേശുവിനെ കാണിക്കാൻ. അതുകൊണ്ട് യേശുവും സ്വയം എടുത്തതല്ല ഇത്. യേശുവിനെയും മെൽക്കിസേദെക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചു എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പം അതുകൊണ്ട് ഇതിനായി യേശു എന്താ ചെയ്തത്? അതുകൊണ്ട് എബ്രായ ലേഖനം 7 മുതൽ 9 വരെ ഇവിടെയെല്ലാം നമുക്ക് കാണുന്നത് 7 മുതൽ 9 വരെയെല്ലാം നമ്മൾ വായിക്കുമ്പോൾ യേശു എന്താ ചെയ്തതെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത്, അതായത് 5-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെ ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം പുത്രൻ ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി. യേശു തന്നെ പിഴിയാണ്. തൻ്റെ സ്വന്തം ജീവിതം അത്രത്തോളം താഴ്ത്തി. ഫിലിപ്പിയ ലേഖനം 2:9 പറയുന്ന പോലെ, അല്ലെങ്കിൽ 5 മുതൽ നമ്മൾ വായിക്കുന്ന പോലെ, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ, അവന് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. ഉസിയ രാജാവിന് ചെയ്യാമെങ്കിൽ യേശുവിന് എത്ര അധികം ചെയ്യാം. പക്ഷെ യേശു എന്താ ചെയ്ത്? തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം എവിടെയെല്ലാം അവൻ കീഴടങ്ങാമോ അവിടെയെല്ലാം കീഴടങ്ങി. തൻ്റെ സ്വന്തം കുടുംബത്തിൽ തന്നെ പ്രസവിച്ച അമ്മ, തന്നെ വളർത്തിയ ആ വളർത്തു പിതാവ്, അവർക്കെല്ലാം യേശു എങ്ങനെ വിധേയപ്പെട്ട് ജീവിച്ചു. അന്നുണ്ടായിരുന്ന ലീഡേഴ്സിനെ, അത് മഹാപുരോഹിതന്മാരാകാം, അവിടുത്തെ ആത്മീയ അവരുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ദൈവം ആക്കി വെച്ചിരിക്കുന്നവർക്കെല്ലാം കീഴടങ്ങിയാണ് യേശു ജീവിച്ചത്. അങ്ങനെ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അവൻ ആരാണെന്ന് നോക്കണം. പ്രപഞ്ചത്തിന് സൃഷ്ടാവാണ്. നക്ഷത്രങ്ങളെ നിശ്വസിച്ച് പ്രപഞ്ചഗോളങ്ങൾ ഉണ്ടാക്കിയവൻ, ആകാശവും സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രാദികൾ എല്ലാം നിർമ്മിച്ചവൻ, ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ, കാറ്റിനോട് അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അവൻ പറയുന്നത് അനുസരിക്കുന്നു. പ്രപഞ്ചത്തിലെ സകലത്തിനോടും അത്രമാത്രം അവൻ്റെ സൃഷ്ടികളാണിതെല്ലാം. പക്ഷെ എങ്കിലും യേശു എന്താ ചെയ്തത്? തന്നെത്താൻ താഴ്ത്തി, തന്നെ അവൻ പിഴിഞ്ഞ്, അവൻ്റെ ജീവൻ, അവൻ്റെ രക്തം, അവൻ്റെ എല്ലാം അവനെ തന്നെ പിഴിഞ്ഞ് അവസാനം വരെ നൽകി ദൈവത്തിന് പ്രസാദമായ ജീവിതം ജീവിച്ചു. അതാണ് ഫിലിപ്പിയ ലേഖനം നമ്മൾ 2 മുതൽ 8 വരെ വായിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ തന്നെ 2-ാം അധ്യായത്തിലെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ മനോഹരമായൊരു വാക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും. ഫിലിപ്പിയ 2:9 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം, അതുകൊണ്ട് യേശു ഇങ്ങനെയെല്ലാം ചെയ്തതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. ആ സകല നാമത്തിന് മേലായ നാമം നൽകി എന്നൊക്കെ പറയുമ്പോൾ യേശുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചതിന് ശേഷം യേശു ഏത് പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു? ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്കതാണ്. ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം
അവനെ ഉന്നതമായ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണ് ദൈവം. അവൻ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക്, ഉന്നതമായ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന, എല്ലാ നാവും ഏറ്റുപറയുന്ന ആ നാമം, ആ നാമത്തെയാണ് നമ്മൾ ഇന്ന് ബഹുമാനിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ കാണിച്ചു തരുന്ന കാര്യങ്ങൾ ഇതാണ്. അതുകൊണ്ട് നമ്മൾ ആരാൽ സഹായിക്കപ്പെട്ടവരാണ്? ഇന്ന് നമ്മളെ ആരാ സഹായിക്കണം? തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി. അതവിടെ പറയുന്നത്. യേശു തൻ്റെ ജീവിതകാലത്ത് തന്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും യേശു. അപ്പോൾ ആരെക്കാളും യേശു ഉന്നതനാണെന്നാണ് നമ്മൾ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ ഈ 1 മുതൽ 10 വരെ വാക്യങ്ങളിൽ നമുക്ക് കാണാം. ഇത് തുടരുകയാണ്. തുടർന്ന് 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ കടന്നു പോകും. യേശുവിൻ്റെ ഈ മനോഹരമായ സ്വഭാവം, യേശുവിൻ്റെ മനോഹരമായ ശുശ്രൂഷ ദൈവം നമ്മളെ അടുത്ത പ്രാവശ്യം അതിൻ്റെ ശേഷം ഭാഗങ്ങളിലേക്ക് ദൈവം നമ്മളെ കൂടുതൽ ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ശ്രദ്ധിക്കട്ടെ. താങ്ക് യു.